ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗ്രീൻ പീസ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഗ്രീൻ പീസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു പലഹാരം പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പരിപ്പ് വടയുടെയൊക്കെ അതേപോലെ തന്നെയാണ് ഇതും തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. പക്ഷേങ്കിൽ ഈ ഒരു ഗ്രീൻ പീസ് കൊണ്ട് തയ്യാറാക്കിയെടുത്തത് കൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഗ്രീൻ പീസ് കൊണ്ട് ഇതുപോലെ തയ്യാറാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാൻ വെച്ചിരുന്നു. ഞാനിപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് ഒരു 5 മണിക്കൂറോളം നന്നായിട്ട് കുതിർത്ത് വെച്ചിരുന്നതിന് ശേഷമാണ് ഇത് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് ഇനി ഇതുപോലെ ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കുന്നുണ്ട്. നന്നായിട്ട് നൈസായിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ടൊരു തരിതരിപ്പോട് കൂടി വേണം നമ്മൾ ഈ ഒരു ഗ്രീൻ പീസ് അടിച്ചിട്ടെടുക്കാനായിട്ട്. ഗ്രീൻ പീസ് എത്രത്തോളം നന്നായിട്ട് കുതിർത്ത് വെച്ചിരിക്കാവോ അത്രയും നന്നായിട്ട് കുതിർത്ത് വെച്ചിരിക്കുക. എന്നാലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പലഹാരവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചിട്ടെടുക്കുന്നത്. ഓരോരുത്തർക്കും എത്രത്തോളം പലഹാരം വേണോ അതിനനുസരിച്ചുള്ള ഗ്രീൻ പീസ് എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 പ്രാവശ്യമായിട്ടാണ് ഈ ഒരു ഗ്രീൻ പീസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചിട്ടെടുത്തിട്ടുള്ളത്. ആ ഒരു അളവിലാണ് ഞാനിപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അതുപോലെ ഓരോരുത്തർക്കും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1.5 സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് കൈവച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഞാനിതിലേക്ക് മുളക് പൊടി സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരു പരിപ്പ് വടയുടെ ഒരു ഷേപ്പ് ആക്കിയിട്ട് ഞാനിപ്പോൾ ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. ഓരോരുത്തർക്കും ഇഷ്ടം ഏത് ഷേപ്പിലാണോ അതേ ഷേപ്പിൽ റെഡിയാക്കിയിട്ടെടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഇതേപോലെ തന്നെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല പോലെ ചൂടായി വന്ന എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 എണ്ണം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ഇട്ട് കൊടുത്തിട്ട് പൊട്ടിപ്പോയാലാന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ച് നോക്കാം. ഇത് മുഴുവനായിട്ടും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്ന് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ പുറമേ കരിഞ്ഞു പോവും, അകം വെന്ത് കിട്ടുകയില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഗ്രീൻ പീസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണാനും നല്ലൊരു ഭംഗിയാണ്, കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഇതേപോലെ തയ്യാറാക്കി കഴിച്ചിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.